ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറ്റിയത് വലിയ ആരാധക പിന്തുണയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് അല്പം ആശ്വാസമാണ്. നേരത്തെ സെൻട്രലൈസ്ഡ് വേദികൾ റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ലീഗ് ഇപ്പോൾ സിംഗിൾ ലെഗ് ഹോം ആൻഡ് അവേ ഫോർമാറ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതേസമയം ISL മത്സരങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ ദൂരദർശന്റെ DD സ്പോർട്സ് വഴി ആയിരിക്കുമെന്ന് റൂമർ വന്നിട്ടുണ്ട്. ISLന്റെ കാര്യത്തിൽ കേന്ദ്ര മന്ത്രാലയം ഇടപെട്ടപ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് ലഭ്യമല്ലാത്തതിനാൽ ദൂരദർശന്റെ എൻട്രിയെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഒടുവിൽ കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനവും വരാനുണ്ട്. പക്ഷേ അത് ഇനിയാണ് ആരംഭിക്കുന്നത്. ISLലെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 6 ക്ലബ്ബുകൾ ഇപ്പോഴും ISLലെ പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്തിട്ടില്ല. പ്രശ്നം ഫ്രാഞ്ചൈസി ഫീ ആണ് എന്നാണ് പുറത്തേക്ക് വന്നുള്ള റിപ്പോർട്ടുകൾ. ക്ലബ്ബുകൾ 1 കോടി വെച്ച് ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് നൽകണം. അങ്ങനെ 14 ക്ലബ്ബുകളിൽ നിന്നും 14 കോടിയാണ് ഫെഡറേഷൻ ലഭിക്കുന്നത്. എന്നാൽ ലീഗിന് വേണ്ടി ഫെഡറേഷന്റെ കോൺട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ്ലി 10 കോടിയാണ് വരുന്നത്. അപ്പോഴേക്കും ഫെഡറേഷന് 4 കോടി പ്രോഫിറ്റ് ലഭിക്കും. സ്പോൺസേഴ്സ് ഇല്ലാതെ, സെൻട്രലൈസ്ഡ് റവന്യൂ ഇല്ലാതെ ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നത് വൻ നഷ്ടവുമാണ്. അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. ക്ലബ്ബുകൾക്ക് ഫിനാൻഷ്യൽ ലോസ് ബാലൻസ് ചെയ്യാനായി താരങ്ങളുടെ സാലറി വലിയ രീതിയിൽ കട്ട് ചെയ്യേണ്ടി വരും. മാർക്കസിന്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം 60 മുതൽ 70% ക്ലബ്ബുകളുടെ ബജറ്റ് എടുക്കുന്നത് പ്ലേയേഴ്സിന്റെ സാലറിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് 35 മുതൽ 40% സാലറി കട്ട് ഇമ്പോസ് ചെയ്യേണ്ടി വരുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുള്ളത്. പക്ഷേ പല ക്ലബ്ബുകളുടെയും പ്ലേയേഴ്സ് സാലറി കട്ട് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, ബാംഗ്ലൂരു, ചെന്നൈയിൻ FC, ഗോവ, മുംബൈ സിറ്റി FC തുടങ്ങിയ ക്ലബ്ബുകൾ കോസ്റ്റ് ആൻഡ് റെലഗേഷന്റെ കാര്യത്തിൽ വ്യക്തത വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നേരത്തെ ക്ലബ്ബുകൾ സ്പോർട്സ് മിനിസ്റ്ററുടെ റിക്വസ്റ്റ് മൂലമാണ് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്.